ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ 15 ദിവസം 2 ആഴ്ചയൊക്കെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ടും പറ്റണതല്ല. അപ്പോൾ 15 ദിവസം മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്ന ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ജൂലൈ 16-ാം തീയതി ഞാൻ ഇവിടുന്ന് പുറപ്പെട്ട്, ഇപ്പോൾ ജൂലൈ 29, അപ്പോൾ 15 ദിവസമായല്ലോ. അത്രയും ദിവസം ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ ഇവിടുന്ന് പുറപ്പെടുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടുണ്ടായിരുന്നു. എവിടേക്കാണ് പോകണത്, എന്തിനാണ് പോകണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 15 ദിവസം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വെറും ഒരു 15 ദിവസം ആയിരുന്നില്ല. സത്യം പറഞ്ഞാൽ 2-3 മാസം കഴിഞ്ഞ് തിരിച്ചെത്തിയൊരു ഫീലിങ്ങിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പറയാൻ പറ്റില്ല, എല്ലാം ചുരുക്കി ഞാൻ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാനും ശ്രമിക്കുക. സത്യം പറയാമല്ലോ, ഇപ്പം നമ്മൾ നമ്മുടെ ചുറ്റും കാണണ പോലത്തെ ഒരു ലോകമല്ല അത് വേറൊരു ലോകമാണ്. അവിടുത്തെ ആൾക്കാർ വ്യത്യാസമാണ്, അവിടുത്തെ രീതികൾ ഫുള്ള് വ്യത്യാസമാണ്. അപ്പോൾ 15 ദിവസം നമ്മൾ അവിടെ നിന്നിട്ട് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യല്ല. നമ്മൾ ഫസ്റ്റ് ഒരു ഡേ മാത്രം അഡ്ജസ്റ്റിങ് ഉണ്ടാകുന്നുള്ളൂ, പിന്നെ അതിനോടങ്ങ് യോജിച്ചങ്ങ് പോയി. ഞാനിപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയത് നേഴ്സിങ്ങിലെ സൈക്കാട്രി പോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാ. ഞാനിപ്പോൾ ഈ നേഴ്സിങ് സെലക്ട് ചെയ്ത കാലം മുതലേ കേൾക്കണതാണ്, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡേയ്സ് ആയിരിക്കും സൈക്കാട്രി പോസ്റ്റിംഗ് ഡേയ്സ് എന്നൊക്കെ കേട്ടാ. പിന്നെയാണ് ഞാൻ പോയത്. ഇവിടുന്ന് പോകുമ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റും കുറേ കൺഫ്യൂഷൻസും കുറേ ക്വസ്റ്റ്യൻസും കുറേ ഡൗട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് എന്തായിരിക്കും അവിടെ പോയ കാരണം ഫോൺ കൊണ്ടുവരുന്നത് പറഞ്ഞിട്ട് ഫോൺ യൂസ് ആക്കാൻ പറ്റില്ല, അവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്, വീട്ടിലേക്ക് വിളിക്കാനും മാത്രം 2-3 വട്ടം തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് ഐറ്റംസ് സ്നാക്സ് അങ്ങനത്തെ ഒന്നും കൊണ്ടുവരുന്നത്, അങ്ങനെ നേരം പോകാനുള്ള പരിപാടീസ് ഒന്നുമില്ല. പിന്നെ മെൻ്റൽ ഹോസ്പിറ്റൽ, അത് നമ്മുടെ മൈൻഡിൽ ഒരു സാധനം ഉണ്ടാവുമല്ലോ, കുറേ അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ. അതൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോയി. കുറേ റൂൾസ് ഇട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പോണിട്ട് മുന്നേ. ആ റൂൾസൊക്കെ വെച്ച് നമ്മൾ ജൂലൈ 16-ാം തീയതി ഇവിടുന്ന് വണ്ടി കയറി, ഞാനും ഞങ്ങളുടെ ബാച്ചിലെ 40 പിള്ളേരും കൂടിയിട്ട്. അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങിയതും ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നപ്പോൾ തന്നെ കാണണത് എൻ്റെ പ്രായമുള്ള കുറേ പിള്ളേർ. അവരുടെ മുഖത്ത് ദയനീയമായൊരു നോട്ടാണോ അതോ നമ്മൾ വരുന്നതിൻ്റെ ഹാപ്പിനെസ് ആണോ, അന്നപ്പം എന്താ കണ്ടതൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ എന്തൊക്കെയായിരുന്നു, കാരണം നമ്മുടെ പോലെ തന്നെ പോസ്റ്റിങ്ങിന് വന്ന പിള്ളേരാണ്. അത് 1 മാസമൊക്കെ ആയിട്ട് നിൽക്കണവരാട്ടാ. നമ്മൾ 15 ദിവസത്തിന് പോയത്, അവർ ജൂലൈ 1 വന്ന് നിൽക്കണ പിള്ളേരായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങ് ലാസ്റ്റ് ഫോണൊക്കെ സബ്മിറ്റ് ചെയ്ത്, അപ്പോൾ അന്ന് അവിടെ വെച്ച് അവർ പറഞ്ഞത് ഫോണിന് 15 ദിവസം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ ഹാർട്ട് പൊട്ടി. ആ ഒരു അവസ്ഥയിൽ നിന്നിട്ട് നമ്മൾ ആ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കയറി. മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ പേര് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ കയറി ചെന്നപ്പോൾ സത്യം എൻ്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ചാൽ മറ്റേ മോഹൻലാലിൻ്റെ താളവട്ടം സിനിമ, പിന്നെ തനിയാവർത്തനം, അങ്ങനെ ഞാൻ ഇങ്ങനെ കുറേ സിനിമാസൊക്കെ കാണുന്ന കാരണം അങ്ങനെ കുറേ പടത്തിൻ്റെ ഓരോ ഹിൻ്റുകളുടെ തലയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആശുപത്രി എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ ആ പടം, അവിടുത്തെ അന്തരീക്ഷം, അതൊക്കെയാണ് എൻ്റെ തലയിലുള്ളത് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോയത്. ചെന്നപ്പോൾ തന്നെ മനസ്സിലായി താളവട്ടം മൂവി കറക്റ്റ് മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ തന്നെയാണെന്ന്. ശരിക്കും ആ താളവട്ട മൂവിയിലുള്ള മെൻ്റൽ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അതേ വൈബാട്ടോ അവിടുത്തെ. ഞങ്ങൾ ചെന്നിറങ്ങിയ ക്യാമ്പസ് ഇട്ടാ, അവിടെ 2-3 ക്യാമ്പസുകളുണ്ട്. ഞങ്ങൾ ചെന്നിറങ്ങിയത് താളവട്ടം മൂവിയുടെ ക്യാമ്പസൊക്കെ പോലെ തന്നെ ഒരു പഴയ വലിയ ബിൽഡിങ്. അവിടെ കുറേ ഇങ്ങനെ മെൻ്റലി ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഇരിക്കണു. അവർ ഞങ്ങളെ കാണുമ്പോൾ ചിരിക്കണു, ചാറ്റ് തരുന്നു, ഗുഡ് മോർണിംഗ് പറയണു. ചിലർ വയലൻ്റായിട്ട് ബിഹേവ് ചെയ്യണു, ചിലവർ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നു. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെന്നിറങ്ങിയപ്പോൾ സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ ബാക്കി കുറേ ആൾക്കാരുണ്ട്. അവരിൽ ആരാ മെൻ്റൽ പേഷ്യൻസെന്നോ ആരാ കൗൺസിലറിനോ ഡോക്ടറിനോ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൽ ആരെ പോയി കാണണോ, ആരോട് സംസാരിക്കണോ ഒന്നും അറിയില്ല. കാരണം ചിലവർ നല്ല ടിപ്പ് ടോപ്പായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്, നല്ല ഇൻസൈഡൊക്കെ ചെയ്ത കുറേ സാറുമാരെ പോലെ. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇവർ സാറാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ മിസ്ബിഹേവ് ചെയ്തു, മനസ്സിലായി അത്. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലാത്ത കാര്യം അപ്പം മനസ്സിലായി. അങ്ങനെ നമ്മുടെ അവസാനം കുറച്ച് പേരൊക്കെ നോർമലായ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. നോർമലായ ആൾക്കാർ അവിടെ അബ്നോർമൽ പോലെ തോന്നും നമുക്ക്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇടയിലുള്ള പിള്ളേരും അബ്നോർമലാണോ എന്ന് വരെ തോന്നി തുടങ്ങി. അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ അത്. ശരിക്കും നമ്മൾ തന്നെ അബ്നോർമലാണോ എന്ന് തോന്നും, അങ്ങനത്തെ സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മൾ ഫോൺ കൊടുത്ത് റൂമിൽ അങ്ങനെ റൂമൊക്കെ അലോട്ട് ചെയ്ത്. റൂമെന്ന് പറയുമ്പോൾ
40 ഗേൾസ് ഉണ്ടായിരുന്നു. 40 ഗേൾസും ഞങ്ങളെ കോളേജിൽ നിന്ന് 2 ബോയ്സും ആയിരുന്നു. അങ്ങനെ 40 ഗേൾസിനും കൂടി ഒരൊറ്റ റൂം. അത് മറ്റേ നോട്ട്ബുക്ക് സിനിമ ഉണ്ടല്ലോ, ആ സിനിമയിലെ പോലെ അടുപ്പിച്ച് എന്താ പറയുക, ഡോർമെട്രി ടൈപ്പ് 40 ബെഡ്, അതും 4 ബാത്റൂമും 40 പിള്ളേരും ഒരൊറ്റ റൂമും. എനിക്കത് കണ്ടപ്പോൾ ഓക്കെ ആയിരുന്നു. അങ്ങനെ അത് ഓക്കെ അല്ലാത്ത പിള്ളേരും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും 15 ദിവസം അതിനുള്ളിൽ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അതൊരു രസമായിരുന്നു. സത്യം പറഞ്ഞാൽ ഫോണില്ലാത്തൊരു ബുദ്ധിമുട്ടായി 15 ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഫോണില്ലാത്തതെന്ന് വെച്ചാൽ വീട്ടുകാരായിട്ടുള്ള കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്തായിരുന്നു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഫോണ് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് 4 ദിവസം കൂടുമ്പോൾ തന്നു. ഒരു ദിവസം 1 മണിക്കൂർ തരുമായിരുന്നു. ഒരു ദിവസം 1 മണിക്കൂർ തരുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് വിളിക്കാൻ മാത്രമേ നേരം കിട്ടുമായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫോണ് അങ്ങനെ കിട്ടി സബ്മിറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ 4 ദിവസം ആവും, ഇനി എന്നാ ആവുമോ ഫോൺ കിട്ടുകയെന്ന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. സത്യം പറഞ്ഞാൽ പ്രസവിച്ച കുട്ടീനെ ഓർഫനേജിൽ കൊണ്ടാക്കിയ പോലെയൊന്നും ഫോൺ കൊടുത്തിട്ടുള്ള പിള്ളേരുടെ അവസ്ഥയൊക്കെ കേട്ടോ. അതതിൻ്റെ ഇടയിൽ കൂടെ, അത് വേറെ കാര്യം. പിന്നെ അവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് 3 ക്യാമ്പസ് ഉണ്ട് അവിടെ. ഞങ്ങൾ നിൽക്കുന്നതും ഇതുപോലെ മെൻ്റൽ പേഷ്യൻസ് നിൽക്കണ സെയിം ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞങ്ങളെ സ്റ്റേ ഉണ്ടായിരുന്നത്. ഞങ്ങളെപ്പോലെ 3 കോളേജസ്, ഒന്ന് ഞങ്ങളുടെ കോളേജ്, വേറെ 4 കോളേജ്, ടോട്ടൽ 4 കോളേജസ് ഉണ്ടായിരുന്നു അവിടെ. 4 കോളേജസും ഈ സെയിം ക്യാമ്പസിൽ തന്നെ. പേഷ്യൻസ് എന്ന് പറഞ്ഞുകൂടാ കേട്ടോ, റെസിഡൻസ് എന്ന് അവിടെ പറയാൻ പാടുള്ളൂ. പേഷ്യൻസ് എന്ന് പറയാൻ പാടില്ല. അവിടുത്തെ അന്തേവാസികളെ നമ്മൾ പറയാൻ പാടുള്ളൂ. അവിടുത്തെ റെസിഡൻസിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ സ്റ്റേ. അവിടുത്തെ റെസിഡൻസ് കഴിക്കണ ഭക്ഷണം തന്നെയാണ് നമ്മുടെ സ്റ്റേ. ഇവിടുന്ന് വരുമ്പോഴേ നമുക്കറിയാമായിരുന്നു അവിടുത്തെ റെസിഡൻസ് കഴിക്കണ ഭക്ഷണമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മൈൻഡ് വിചാരിച്ചു, ഓ മെൻ്റൽ പേഷ്യൻസ് കൊടുക്കണതല്ലേ, അങ്ങനത്തെ ഫുഡൊക്കെ ആവും എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു അവർക്ക്. അതേ ഭക്ഷണം തന്നെയായിരുന്നു നമുക്കും. നമ്മൾ ഈ മെൻ്റൽ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ വെക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ പോയപ്പോൾ കട്ടൗട്ടായി. അവരും നമ്മളെ പോലെ തന്നെ അതുപോലെ തന്നെയാണ് അവരും കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ സീൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ താളവട്ടം മൂവി ഉണ്ടല്ലോ, അത് റിയലായിട്ട് കണ്ട എനിക്ക് 15 ദിവസം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓരോ ആൾക്കാരും താളവട്ടം മൂവിയിൽ ഓരോ ക്യാരക്ടറായിട്ട്, താളവട്ടം മൂവിയിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ, പക്ഷേ അല്ലാണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ഓരോ ക്യാരക്ടറായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റി. ഇനി അവിടുത്തെ റെസിഡൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഏജ്, എൻ്റെ ഒരു പ്രായം മുതലേ വയസ്സായിട്ടുള്ള ആൾക്കാർ വരെ അവിടെ ഉണ്ട്. 10, 14 വർഷം 20 വർഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ സ്റ്റേ ചെയ്ത് ഇനി അവിടെ തന്നെ ജീവിച്ച് അവിടെ തന്നെ മരിക്കും, അങ്ങനെ നിൽക്കണ കുറേ റെസിഡൻസ് അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 4 ക്യാമ്പസിലും കൂടി 10-500 കൂടുതൽ റെസിഡൻസ് അവിടെ ഉണ്ട്. മറ്റേ സ്കീസോഫെർണിയ, ബൈപ്പോളർ ഡിസോർഡർ, OCD, അങ്ങനെ പലതരം മെൻ്റൽ ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസ് ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഇവരുടെയൊക്കെ ഇടയിൽ നമ്മൾ നിൽക്കുകയെന്ന് പറയുമ്പോൾ, ആദ്യമൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ കാണുമ്പോൾ നമുക്കത് തോന്നും, അയ്യോ ഈ അസുഖങ്ങളൊക്കെ എനിക്കുണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാൻ ഭ്രാന്തിയാണോ, ഞാനിവിടുത്തെ റെസിഡൻറ്റ് ഇനി ആവുമോ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. നമ്മുടെ ചിന്തകളും കുറേയൊക്കെ ചേഞ്ചായി വരും. പിന്നെ നമ്മുടെ വീട്ടുകാരുടെ വില മനസ്സിലാവും, കൂട്ടുകാരുടെ വില മനസ്സിലാവും, ഫോണിൻ്റെ വില മനസ്സിലാവും, നമ്മുടെ ലൈഫിൻ്റെ വില മനസ്സിലാവും. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയൊരു ദിവസങ്ങളായിരുന്നു ഇത്. സ്റ്റുഡൻ്റായിട്ട് എൻ്റെ അവിടുത്തെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, രാവിലെ ഒരു 8-9 മണിക്ക് നമ്മൾ പോവും. അവിടെ പോയാൽ അവിടെ കൗൺസിലേഴ്സ് ഉണ്ടാവും. കൗൺസിലേഴ്സ് നമുക്ക് അവിടുത്തെ റെസിഡൻസിനെ നമുക്ക് തരും. എന്നിട്ട് 3 ദിവസം നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യണം. ഡെയിലി ഒബ്സർവേഷൻ റിപ്പോർട്ട് എഴുതണം. നമ്മൾ ഒബ്സർവേഷൻ റിപ്പോർട്ട് എഴുതി അവരെ പറ്റി കുറച്ചൊക്കെ നമുക്ക് മനസ്സിലായെന്ന് അവർക്ക് കൗൺസിലേഴ്സിന് മനസ്സിലായാൽ അവർ നമുക്ക് അവരുടെ കേസ് ഫയൽ തരും. എനിക്കിപ്പോൾ 3-4 പേഷ്യൻസിൻ്റെ കേസ് ഫയൽ ഞാൻ വായിച്ചിട്ടാണ്. കേസ് ഫയൽ എന്ന് പറഞ്ഞാൽ മക്കളെ വേറെ സംഭവമാണ്. കേസ് ഫയൽ എന്ന് പറഞ്ഞാൽ അവർ ജനിച്ച കാലം മുതൽ ഇപ്പോൾ നമ്മൾ കണ്ട അന്ന് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ കേസ് ഫയലിൽ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഒരു കേസ് ഫയൽ വായിച്ച് തീരുകയെന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമ കണ്ട ഫീലായിരിക്കും. അവർ നോർമലായ ആൾക്കാർ ഈ അബ്നോർമലിൽ നിന്നും അവരെ നോർമലായ ലൈഫിൽ നിന്ന് ഈ ഒരു സൈക്കാട്രി ഹോസ്പിറ്റലിലേക്ക് എത്തിയ കഥ മുഴുവൻ ഒരു സിനിമ കണ്ട ഫീലാണ്. അപ്പോൾ അതൊക്കെ വായിച്ചിട്ടുണ്ടാകും കേട്ടോ. ആ കേസ് ഫയലൊക്കെ വായിച്ചിട്ട് പിന്നെ നമ്മൾ ആ റെസിഡൻറ്റിനെ കാണുമ്പോൾ നമ്മുടെ ഫീലുണ്ട്, അതൊന്ന് വേറെ, നമുക്ക് ഭയങ്കര വിഷമം വരും. അവിടെ ഒരു 500 കൂടുതൽ റെസിഡൻസ് ഉണ്ട് തോന്നുന്നു. അതിൽ 30-20 ആൾക്കാരെ എന്തായാലും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ പരിചയപ്പെട്ടവരുടെ മുഖമൊന്നും ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കാനും പോകണില്ല, അവരുടെ പേരൊന്നും മറക്കാൻ പോകണില്ല. അത്രയും നമ്മളവരായിട്ട് അറ്റാച്ച്ഡ് ആയി, അങ്ങനത്തെ ഒരു ഇതായിരുന്നു.
അവരിപ്പോൾ അവിടുത്തെ റെസിഡൻസ് തന്നെ ഇപ്പം നമ്മൾ രാവിലെ അവരെ കണ്ടാൽ അവർ നമുക്ക് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ബായ്, അങ്ങനെ നമുക്ക് തന്നെ അവർ അവരുടേതായ ചില പ്രയോറിറ്റീസ് ചിലവർ നമുക്ക് തരും, ചിലർ നമ്മൾ മൈൻഡ് ചെയ്യില്ല, ചിലർ നമ്മളെ കാണുമ്പോൾ ദേഷ്യമാണ്. പല പല ഇതാണ്, പല പല റെസ്പോൺസാണ് അവിടുത്തെ റെസിഡൻസിൽ നിന്ന് നമുക്ക് കിട്ടട്ടാ. പക്ഷെ എന്തായാലും നമുക്ക് എല്ലാവരോടും ഒരേപോലെ തന്നെ പ്രതികരിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചാൽ മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്നു എൻ്റെ ഫസ്റ്റ് നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയാനകമായ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ അവിടെ. എൻ്റെ പൊന്നെ, നമ്മൾ രാവിലെ ഇപ്പം ഞാന്ന് പറഞ്ഞാൽ 2 ദിവസം നൈറ്റ് ഡ്യൂട്ടിക്ക് പോയത്. 3 ദിവസം ഉണ്ടായിരുന്നു, ഞാൻ 2 ദിവസം പോയുള്ളൂ. 1 ദിവസം ഞാൻ ഒളിച്ചിരുന്നു, ഞാൻ പോയില്ല. 2 ദിവസം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ദിവസം എങ്ങനെയും പോയി. സെക്കൻഡ് ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ പേഷ്യൻ്റ് റൂമിലായിരുന്നു. ആ പേഷ്യൻ്റ് റൂമിൽ നമുക്ക് നൈറ്റ് ഡ്യൂട്ടി കിട്ടിയ കാര്യം എന്താണെന്ന് വെച്ചാൽ 8 മണിക്ക് നമ്മളെ പേഷ്യൻറ്റിൻ്റെ റൂമിലിട്ട് അടച്ചാൽ പിറ്റേന്ന് രാവിലെ 6 മണിക്കാണ് അവർ തുറന്നു തരുള്ളൂ. ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടുകാരി കൂടി ഉണ്ടാവും കൂടെ. അങ്ങനെ ഞാനൊരു ദിവസം ഇതുപോലെ ഒരു പേഷ്യൻ്റ് റൂമിലിട്ട് നമ്മൾ രാവിലെ വരെ നല്ല നോർമലായി നമ്മളോട് സംസാരിച്ച ഒരു പേഷ്യൻ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ റൂമിലുണ്ടായിരുന്നത്. ഞാനൊക്കെ വിചാരിച്ചു തന്ന റെസിഡൻറ്റിനെ കണ്ടപ്പോൾ എന്ത് നോർമലാണ്, ഇവരെന്തിനാ ഇവിടെ കൊണ്ടുവന്നിട്ടെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി 12 മണി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അവരുടെ നാഗവല്ലി പോലെ അവരുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസം അറിയാൻ പറ്റിയത്. അവർ ഒരു ആൻറ്റി റെസിഡൻറ്റ് 2 ടോണിൽ, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ടോണിൽ ഒരുമിച്ച് സംസാരിക്കുന്നു. അതും 12 മണിക്ക് ശേഷം. രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഇരുട്ടത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ അവസ്ഥ മനസ്സിലാകാമല്ലോ. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല, പിറ്റേന്ന് ഞാൻ ഡ്യൂട്ടിക്കും പോയില്ല. സന്തോഷമായി. അങ്ങനെ പിന്നെ അപ്പോൾ മനസ്സിലായി എന്തിനാണ് ഞാൻ ആദ്യം അവർ നൈറ്റ് ഡ്യൂട്ടി കിട്ടുമ്പം വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇവർ ഇത്രയും നോർമലാണല്ലോ, എന്തിനാ ഇത്രയും നോർമലായ ആൾക്ക് കൂട്ടുകിടക്കാൻ നമ്മളെ സ്റ്റുഡൻസിനിട്ട് നമ്മളെ വെറുതെ ബുദ്ധിമുട്ടിക്കണമെന്നൊക്കെ ആലോചിച്ച്. പക്ഷെ അപ്പം മനസ്സിലായി എന്തിനാണ് നമ്മളവിടെ, പിന്നെ പേഷ്യൻറ്റിനെ കണ്ട് ആ രാത്രി കഴിഞ്ഞ ശേഷം എനിക്ക് മനസ്സിലായത് എന്തിനാണ് നമ്മളവിടെ ഇട്ടതെന്ന്. അതൊരു 1.5 രാത്രിയായിരുന്നു. ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എന്ന് പറഞ്ഞാൽ 15 ദിവസം എണ്ണിയിരിക്കുകയായിരുന്നു. എന്ന് കഴിയും 1 ദിവസം 2 ദിവസം 3 ദിവസം 6 ദിവസങ്ങളുള്ള 7 ദിവസങ്ങളുള്ള അങ്ങനെ എണ്ണിയിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ 1 മാസമായി നിൽക്കണ പിള്ളേരൊക്കെ ഉണ്ടാകും കേട്ടോ. അവരെ കാര്യം കുറച്ച് കഷ്ടമാണ്. പിന്നെ അവിടുത്തെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ കോളേജും കൂടിയിട്ട് കണ്ടമാനം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി ബാംഗ്ലൂരുള്ള എല്ലാ നഴ്സിംഗ് കോളേജിലും ഒരു കുട്ടിക്കെങ്കിലും എൻ്റെ വീഡിയോ കാണാറുണ്ട്, എന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഓരോ കോളേജിലത്തെ പിള്ളേർ വന്നിട്ട് വീഡിയോ ചെയ്യണ കുട്ടികളെ അതൊക്കെ ചോദിച്ചതിനോട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് കണ്ട് മറന്ന കുറേ മുഖങ്ങളുണ്ടായിരുന്നല്ലോ നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ബാംഗ്ലൂർ. അവരെയൊക്കെ ഞാൻ അവിടെ പോയപ്പോൾ നേരിട്ട് കണ്ടു. അപ്പോൾ എനിക്ക് ദേജാവ് ഫീൽ ആയിരുന്നേ, ഇവരെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഈ പെൺകുട്ടിനെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ മനസ്സിലായി വേറെ എവിടെയല്ല, ട്രെയിനിൽ വെച്ച് തന്നെയാവും എന്ന്. പിന്നെ അങ്ങനെ കുറേ പിള്ളേർ. പിന്നെ അതുകൂടാണ്ട് തൃശ്ശൂരത്തെ പിള്ളേരെയും കണ്ടു. തൃശ്ശൂരിലുള്ള ആൾക്കാരെ കണ്ടാലേ എൻ്റെ ചാർജ് ഇത്രയാണ്. ഇങ്ങനെ നിൽക്കണ ചാർജ് ഇങ്ങനെയാവും തൃശ്ശൂരിലുള്ള ആൾക്കാരെ കണ്ടാൽ. തൃശ്ശൂരുള്ള പിള്ളേരെയൊക്കെ കണ്ട് നമ്മൾക്ക് കുറച്ചും കൂടി ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. എന്തായാലും ആ 15 ദിവസം ഞാൻ പരിചയപ്പെട്ട ആൾക്കാരൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അത് തലയിലുണ്ടാവും. കാരണം നമ്മളെ ബ്രെയിൻ ഫുള്ള് എംറ്റി ആയിട്ടിരിക്കുന്ന ആയിരുന്നു ആ ടൈം, ഫോണൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ആ എംറ്റി ആയിരിക്കുന്ന ടൈമിൽ നമ്മൾ പരിചയപ്പെട്ട ആൾക്കാരൊന്നും ജീവിതത്തിൽ മറക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. എൻ്റെയൊക്കെ ബ്രെയിന് ഫുള്ളായി വാഷ് ചെയ്ത് ഉണക്കിയെടുത്ത് ഇപ്പോൾ തലയിൽ വെച്ച അവസ്ഥയാണ് ഞാനിപ്പോൾ ഇവിടെ റൂമിൽ വന്നിരിക്കുമ്പോൾ കേട്ടോ. എനിക്കിതൊക്കെ എങ്ങനെയും ഇങ്ങനെ വീഡിയോ ചെയ്ത് പറയണമെന്നായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ പറയണമെന്ന് വെച്ചിട്ട് ഞാൻ സാധനങ്ങൾ പോലും എടുത്ത് വെച്ചില്ല, വേഗം ഡ്രസ്സ് മാറി വീഡിയോ ചെയ്യാമെന്ന് വെച്ച്. ഇതിന്ന് കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ 15 ദിവസം കൊണ്ട് നമ്മൾ കുറേ വില വീട്ടുകാരുടെയും ഫ്രണ്ട്സിൻ്റെയും എല്ലാവരുടെയും വില മനസ്സിലാക്കി. ഒരു നിമിഷം മതി നമ്മുടെ ലൈഫൊന്ന് മറിയാനെന്നുള്ള കാര്യം മനസ്സിലാക്കി. പിന്നെ നമ്മളീ ചുറ്റുപാടുകൾ നമ്മളിപ്പോൾ ചുറ്റി നടക്കണ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലോകോ ചുറ്റുള്ള ഇൻസ്റ്റഗ്രാമോ റീലോ അതൊന്നും അല്ലാത്ത ലോകം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലായി. പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇനി തോനെ പറയാനുണ്ട്. അപ്പോൾ ഇപ്പം ഇത്ര ഉള്ളൂ. See you.